പുതുതായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കൊക്കെ എങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താലാണ് വ്യൂസ് കൂടുക, അല്ലെങ്കിൽ എങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താലാണ് എൻ്റെ ചാനൽ സക്സസ് ആവുക എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും മനസ്സിൽ. പൊതുവായിട്ട് നമ്മൾക്ക് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതായത് 3 തരത്തിലുള്ള കണ്ടന്റ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഈ കണ്ടന്റിന് നമ്മൾ എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതായത് ഈ കണ്ടന്റ് നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതായത് ഒന്ന് ഹെൽപ്പ് കണ്ടന്റ്, രണ്ടാമത്തത് ഒരു ഹബ് കണ്ടന്റ്, മൂന്നാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ കണ്ടന്റ്. അപ്പോൾ ഈ ഒരു 3 കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു 3 കണ്ടന്റ് നിങ്ങളൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിലൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ചുപാട് പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ 6 പേരുടെ പേര് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ പേര് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ആ പേരൊന്ന് ചെക്ക് ചെയ്യുക, അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, അവരുടെ വീഡിയോസ് കാണുക. ഇപ്പോൾ പേര് ഞാൻ വായിക്കാം. പാച്ചു 2395, ഡ്രോയിങ് വ്ളോഗ്സ്, റിൻസി ജിൻസൺ, സഹാല സനു, പകർത്തി എഴുത്ത്, സനു. അപ്പോൾ 6 ചാനലാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മറക്കാതെ എല്ലാവരും ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഹെൽപ്പ് കണ്ടന്റ് എന്താണെന്ന് നോക്കാം. ഹെൽപ്പ് കണ്ടന്റിൽ വരുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഹെൽപ്പ് കണ്ടന്റിൽ വരുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹൗ ടു കുക്ക് ഫിഷ് കറി, ഹൗ ടു പ്രിപ്പയർ എഗ് റോസ്റ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ അറിയില്ല, അപ്പോൾ ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ, ഹൗ ടു ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സ്, ഹൗ ടു ഇൻക്രീസ് വാച്ച് അവേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നല്ലോ. വാട്ട് ഈസ് അല്ലെങ്കിൽ ഹൗ ടു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കണ്ടന്റ്, അതാണ് ഹെൽപ്പ് കണ്ടന്റിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റിന് നമുക്ക് ഇമ്മീഡിയറ്റ്ലി വ്യൂസ് ഒരുപാട് വരണമെന്നില്ല. പക്ഷേ അത് ഫ്യൂച്ചർ ബേസ്ഡ് ആണ് ഇങ്ങനെയുള്ള കണ്ടന്റ്. അതായത് ഇപ്പോൾ 5-6 മാസങ്ങൾക്ക് ശേഷം ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ടാകും. അതായത് ഇമ്മീഡിയറ്റ്ലി നമ്മൾക്ക് എന്തുകൊണ്ട് വ്യൂസ് വരുന്നില്ല എന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും തന്നെ അത് ഇമ്മീഡിയറ്റ്ലി അത് ആവശ്യം വരില്ല. ആ ഒരു കണ്ടന്റിനെ കുറിച്ച് എപ്പോഴാണോ നമ്മൾക്ക് ആവശ്യം വരുന്നത് അപ്പോഴായിരിക്കും ആൾക്കാർ അതിൽ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിനിൽ നമ്മളുടെ വീഡിയോ വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അവർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ വീഡിയോ വരണം എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മൾ അതിനനുസരിച്ചുള്ള ആ ഒരു ലെവലിൽ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓൾറെഡി തംബ്നെയിലൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഓൾറെഡി ഞാൻ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഹെൽപ്പ് കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. രണ്ടാമത്തേതാണ് ഹബ് കണ്ടന്റ്. ഹബ് കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ കറണ്ട് സെനാരിയോയിൽ എന്താണോ നടക്കുന്നത്, അതായത് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയുമെങ്കിൽ ഒരു 4-5 വീഡിയോസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ കറൻ്റ് എന്താണോ നടക്കുന്നത്, ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, വാച്ചേഴ്സ് ഒക്കെ പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ആ ഒരു ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വ്യൂസൊക്കെ പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് ഈ ഹബ് കണ്ടന്റിൽ വരുന്നത്. അതായത് എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തു, അപ്പോൾ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് സെർച്ച് ചെയ്യും. ഇപ്പോൾ ഒരേ ടൈമിൽ ഒരുപാട് പേര് ഒന്നിച്ചൊരു കാര്യം സെർച്ച് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റൊക്കെ ഹബ് കണ്ടന്റിൽ വരും. അപ്പോൾ ഈ 2 കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഹെൽപ്പ് കണ്ടന്റ് എന്താണെന്നും ഹബ് കണ്ടന്റ് എന്താണെന്നും മനസ്സിലായെന്ന് കരുതുന്നു. ജസ്റ്റ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഹീറോ കണ്ടന്റ്. ഹീറോ കണ്ടന്റ് എന്താണെന്ന് നോക്കാം. ഹീറോ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹെൽപ്പ് കണ്ടന്റും ഹബ് കണ്ടന്റും കൂടി ചേർന്നതാണ് ഹീറോ കണ്ടന്റ്. അതായത് ഈ ഒരു ഹീറോ കണ്ടന്റിൽ ഹെൽപ്പായിട്ടുള്ള കാര്യവും വരും, പ്ലസ് രണ്ടാമത്തത് ഹബ്ബായിട്ടുള്ള കാര്യം വരും. ഇപ്പോൾ കറൻറ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അതായത് എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ അതിൽ നമ്മൾ ഹെൽപ്പ് കണ്ടന്റായ ഹൗ ടു അല്ലെങ്കിൽ വാട്ട് ഈസ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു നമുക്ക് വർക്ക് ഫ്രം ഹോമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹീറോ കണ്ടന്റിൽ വരും. ചിലപ്പോൾ നമ്മളിപ്പോൾ ചെറിയ വർക്ക്, നമുക്ക് ഈസി ആയിട്ടുള്ള വർക്ക് ഉണ്ടാവുമല്ലോ, വീഡിയോസൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും തന്നെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീട്ടമ്മമാർ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വർക്കുകളിലൂടെ നമുക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്യാൻ ഒക്കെ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു ഹീറോ കണ്ടന്റിലാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഹീറോ കണ്ടന്റ്. അപ്പോൾ ഈ ഹീറോ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേക്കുറിച്ച് പറയണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം.
അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഹീറോ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഹീറോ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കത് എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. മന്ത്ലി ഒരു 1-2 വീഡിയോസ് മാത്രമേ നമുക്ക് ഹീറോ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമ്മളൊരു മെയിനായിട്ടുള്ള ഒരു വീഡിയോസ് ആയിരിക്കും, നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവേഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു യൂട്യൂബിനെ കുറിച്ച് നമുക്കൊരു അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണും. അതായത് നമ്മുടെ തംബ്നെയിലാണ് നമ്മുടെ ഹീറോ കണ്ടന്റിലേക്ക് നമ്മൾ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അതിനായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടന്റാണ് ഹീറോ കണ്ടന്റ്. അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പിടിച്ചെടുത്താൽ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ളതാണ് ഹീറോ കണ്ടന്റ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള കണ്ടന്റ് യൂസ് ചെയ്തുകൊണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോസ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ കൂടിയും കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വ്യൂസ് കൂടാനും വാച്ച് അവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതല്ലാതെ തന്നെ നിങ്ങൾക്കും വേറെ ഒരുപാട് കണ്ടൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കണ്ടൻറ്റ് ചെയ്യാൻ അറിയാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പുതിയതായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ 3 കണ്ടൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്നല്ല, ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് യൂസ് ചെയ്ത് ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 3 കണ്ടൻറ്റും യൂസ് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യുക. അതായത് ഹെൽപ്പ് കണ്ടൻറ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക്, അതേസമയം നിങ്ങൾക്ക് ഹബ് കണ്ടൻറ്റ് യൂസ് ചെയ്യാം, പിന്നെ ഹീറോ കണ്ടൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 കണ്ടൻറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ വ്യൂസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഒരുപാട് കാലം ചെയ്യണമെന്നില്ല. കുറച്ച് കാലം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കതിന് ഒരുപാട് വ്യൂസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മെയിനായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റിന് അത് ഹെൽപ്പ് കണ്ടൻറ്റ് ആയിക്കോട്ടെ, ഹീറോ കണ്ടൻറ്റ് ആയിക്കോട്ടെ, ഹബ് കണ്ടൻറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഹാഷ്ടാഗ് യൂസ് ചെയ്യണം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഹെൽപ്പ് കണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം യൂട്യൂബ് ചാനലിനെ കുറിച്ചാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ എന്താണ് നിങ്ങൾക്ക് സെർച്ച് എഞ്ചിനിൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ വരേണ്ട ആ കണ്ടൻറ്റിനെ കുറിച്ച് നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ ആ ഒരു ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ഹൗ ടു കുക്ക് ഫിഷ് കറി, ഹൗ ടു കുക്ക് ചിക്കൻ കറി, അല്ലെങ്കിൽ ഹൗ ടു പ്രിപ്പയർ ചിക്കൻ കറി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മസ്റ്റായിട്ടും കൊടുക്കണം. ഇതിലിപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവണം. ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടത്തുള്ളൂ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ വ്യൂസ് കൂടാനായിട്ടുള്ള ഒരു ടിപ്പും കൂടെ പറയാം. അതായത് നമ്മൾ പ്ലേലിസ്റ്റ്, അത് മെയിനാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ വീഡിയോസിനൊന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ ഹെൽപ്പ് കണ്ടൻറ്റ്, ഹീറോ കണ്ടൻറ്റ്, ഹബ് കണ്ടൻറ്റ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അതായത് ഹെൽപ്പ് കണ്ടൻറ്റ് ആയിട്ടുള്ള നമ്മൾ യൂട്യൂബിനെ കുറിച്ചാണെങ്കിൽ അതിനായിട്ടൊരു പ്ലേലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിനെ കുറിച്ചാണെങ്കിൽ അതിനായിട്ടൊരു പ്ലേലിസ്റ്റ്, എന്തെങ്കിലും ഒരു ഇപ്പോൾ വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച് നിങ്ങളൊരു കണ്ടൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ഒരു പ്ലേലിസ്റ്റ്. അപ്പോൾ ആൾക്കാർ നിങ്ങളുടെ ഒരു വീഡിയോ കാണുമ്പോൾ അത് ഭയങ്കര നല്ലൊരു കണ്ടൻറ്റായിട്ട് നിങ്ങളുടെ പ്രസൻറ്റേഷനൊക്കെ നല്ലതാണെങ്കിൽ വീണ്ടും അവർക്ക് നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡ് ആകും. ഈ പ്ലേലിസ്റ്റ് അവർക്ക് റെക്കമെൻഡ് ആകുമ്പോൾ നിങ്ങളുടെ വ്യൂസ് കൂടാനും വാച്ച് അവേഴ്സ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് മസ്റ്റായിട്ട് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പം വ്യൂസൊക്കെ പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പുതിയതായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമെന്ന് കരുതുന്നു. വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.